നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരാഴ്ച എങ്ങനെയാകും എന്നാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് റെസണേറ്റ് ആകുന്നത്. ഇതിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റെസണേറ്റ് ആകണമെന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്ന പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. നമുക്കിപ്പോൾ 3 കാർഡാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. King of Swords, the Strength card, the Sun. നിങ്ങൾക്ക് ഈ ഒരാഴ്ച നിങ്ങൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കുകയും അതനുസരിച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ വളരെയധികം അനലറ്റിക്കലായിട്ടും റീസണബിളായിട്ടും ചിന്തിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല ഡിസിഷൻ ഈ സമയത്ത് എടുക്കാൻ പറ്റുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്കൊരു ജസ്റ്റിസ് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നിങ്ങൾ ഈ സമയം കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ സത്യസന്ധമല്ലാത്ത ഒരു കാര്യങ്ങളും ഈ സമയം ഈ ഒരാഴ്ച നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു മുതിർന്ന വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ ജീവിതത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഈ സമയം. പിന്നീട് കിട്ടിയിട്ടുള്ള സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങൾ മെൻ്റലി വളരെയധികം സ്ട്രോങ് ആകുന്ന ഒരു സമയമാണ്. ഫിസിക്കലി എന്ന് മാത്രമല്ല മെൻ്റലി നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആകുന്ന സമയമാണ്. നിങ്ങൾക്ക് ഏത് സാഹചര്യങ്ങളെയും നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ പവർ വെച്ചിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നമുക്ക് കാണാം ചിത്രത്തിലൊരു സിംഹത്തെ സ്നേഹത്തോടെ മെരുക്കിയെടുക്കുന്ന ഒരു സ്ത്രീയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല തരം വൈൽഡായിട്ടുള്ള നേച്ചറും ബിഹേവിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഷാഡോ സെൽഫ് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഇന്നർ പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെയെല്ലാം നല്ല രീതിയിൽ ഓവർകം ചെയ്തിട്ട് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ട് മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഹീലിംഗ് ആണ് ഈ സമയം നടക്കുന്നത്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഈ സമയം വളരെയധികം നല്ലതാകുന്നുണ്ട്. നിങ്ങൾക്ക് പുറത്തുള്ള നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ പക്വമായ രീതിയിൽ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം വളരെ ദേഷ്യമുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുകയും ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമുണ്ടായിരിക്കും. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം അത് വളരെ പക്വമായിട്ടുള്ളൊരു രീതിയിൽ വളരെ മെച്യൂറായിട്ട് നിങ്ങളതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദ സൺ കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെല്ലാം പെട്ടെന്ന് തന്നെ മാറി അവിടെ നമ്മൾ പറയുമല്ലോ ഒരു സൂര്യൻ ഉദിക്കുന്നു എന്ന്, അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഈ സമയം നടക്കുന്നുണ്ടായിരിക്കാം. അതുമാത്രമല്ല നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ മക്കളോ ഫ്രണ്ട്സിൻ്റെ മക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കാരണം നിങ്ങൾക്ക് ജീവിതത്തിലൊരു സന്തോഷം വരുന്നുണ്ട്. അവരുമായിട്ട് നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലാത്തവർക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. വേറെ ചിലർക്കാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഈ തിരികെ വരുന്ന സമയം നിങ്ങൾ വളരെയധികം ഹാപ്പി ആവുകയും നിങ്ങൾ പഴയ മെമ്മറീസിലേക്ക് നിങ്ങളുടെ ഗുഡ് മെമ്മറീസിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ ഒരാഴ്ച വളരെയധികം ഹാപ്പി ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കാർഡിൽ പറഞ്ഞ പോലെ അല്ല ഇപ്പോൾ നിങ്ങളുടെ ജീവിതം പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ടെടുത്ത് നിങ്ങൾ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് കാണുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ, മെൻ്റലി സ്ട്രോങ് അല്ലാത്ത ഒരാളാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് ഡിവൈൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങളൊരു ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലൂടെ കടന്നു പോകേണ്ടതും അത്യാവശ്യമാണെന്ന് ഡിവൈൻ പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്ലീസ് അപ്ലൈ ചെയ്യാം. അല്ലാത്തത് വിട്ടേക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.